പേടിയാണെങ്കിൽ വിളിക്കാൻ പറയൂ. സഹോദര, എന്തിനാണ് മറ്റുള്ളവരുടെ അമ്മമാരെ വിളിക്കുന്നത്? ദയവായി ആദ്യം സ്ത്രീകളെ കുറിച്ച് ബഹുമാനത്തോടെ സംസാരിക്കാൻ പഠിക്കൂ. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന ധാരാളം സ്ത്രീകളും പുരുഷനും ദോസ്ത് ആപ്പിലുണ്ട്. പക്ഷെ അതിന് നിങ്ങൾ ബഹുമാനത്തോടെ സംസാരിക്കാൻ പഠിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ദോസ്ത് ആപ്പിൽ നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കാൻ കഴിയും. സഹോദരൻ, നീ എന്തിനാണ് അവളുടെ അമ്മയെ വിളിക്കുന്നത്? അവളെ വിളിച്ചാൽ പോരെ? അവളെ വന്ന് നിനക്ക് താങ്ങി തരത്തില്ലേ? സഹോദര, മറ്റുള്ളവരുടെ അമ്മയെ വിളിക്കുന്നത് തെറ്റാണ്. എന്റെ അമ്മനെ മറ്റുള്ളവരുടെ അമ്മമാരെ വെമ്മൻ എന്നെ കരിയില്ല എന്നുണ്ടോ? ചേച്ചി പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് പേര് 14 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് തരാമെന്നാണ് ചേച്ചി പറയുന്നത്. സോ ദോസ്ത് ആപ്പ് ഇരിക്കട്ടെ, മറ്റെന്ത് ഡേറ്റിംഗ് ആപ്പ് ഇരിക്കട്ടെ, ഇതിന്റെ ഒരു ബേസിക് സാധനം ഞാൻ പറഞ്ഞുതരാം. നമ്മള് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുന്നു, ഈ സാധനത്തിൽ കയറുന്നു, ആരെങ്കിലും സംസാരിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു മാമന്മാരും മാമിയാരും ആരെങ്കിലും ഒക്കെ ചെന്ന് കയറി മെസ്സേജ് അയക്കാൻ നോക്കുന്ന ആദ്യത്തെ 2-3 മെസ്സേജ് ഫ്രീ ആയിരിക്കും. മെസ്സേജ് അയക്കുന്നു, 14 രൂപ, 35 രൂപ, 100 രൂപ, 150 രൂപ, അങ്ങനെ പല കണക്കാണ്. പല ആപ്പിനും പല കണക്കാണ്. ചെല്ലുന്നു, പൈസ അടയ്ക്കുന്നു, സംസാരിക്കാനായിട്ട് ചെല്ലുന്നു, നിങ്ങൾ സംസാരിക്കുന്നു, നിങ്ങൾക്ക് കോള് വരുന്നു. ബട്ട് വിളിക്കുന്ന ആൾക്കാരെല്ലാം ഇവരുടെ തന്നെ തയ്യാറാക്കി വെച്ചൊരു കോൾ സെന്ററിലുള്ള സ്റ്റാഫുകളായിരിക്കും. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയത്തില്ല. ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിരുന്ന ഒരു സിനിമ റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഐശ്വര്യ രാജേഷ് നടിയായിട്ടുള്ള ഫർഹാന എന്ന് പറയുന്ന ഒരു സിനിമ ഈ ഒരു ഇങ്ങനത്തെ ഒരു ആപ്പിനെയൊക്കെ പറ്റിയാണ്, ഡേറ്റിംഗ് ആപ്സിനെയൊക്കെ പറ്റിയാണ്. നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന പല ആൾക്കാർ റിയൽ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ റിയൽ അല്ല. അവരുടെ തന്നെ കോൾ സെന്ററിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായിരിക്കും. അവര് നമ്മുടെ കഴപ്പിനനുസരിച്ച്, നമ്മുടെ കഴപ്പല്ല ഇത് കാണിക്കാൻ പോകുന്നത്, അവരുടെ കഴപ്പിനനുസരിച്ച്, അവരുടെ ദൗർബല്യങ്ങൾക്ക് അനുസരിച്ച് അവര് സംസാരിക്കുന്ന ആള് റിയൽ ആളോ നിങ്ങൾ മറ്റേ ആപ്പിൽ മെസ്സേജ് അയച്ച് യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയതോ ആൾക്കാരൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പേരും കോപ്പൊന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നെടുത്ത് പറയുന്നത്. കാരണം അത് അവരുടെ സ്റ്റാഫ് തന്നെയാണ്. അവരുടെ ഒരു പറയുന്ന പേക്ക് അതായിരിക്കും. ഇപ്പൊ ഞാൻ ആപ്പ് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു കോൾ സെന്ററിലുള്ള ഒരു സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ നാളെ വേറെ സ്റ്റാഫ് ആയിരിക്കും. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളും ആയിരിക്കും. പൈസ അടച്ച് കമ്പിച്ചായിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ കമ്പിക്കോളം നടത്തുന്നത് തന്നെയാണ് ഈ ആപ്പുകളിലൊക്കെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. സോ നിങ്ങൾ ഇതിൽ കണ്ടുപിടുന്ന ആൾക്കാർ റിയൽ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് എന്തെങ്കിലും ഒരു വിചാരം വെച്ചുകൊണ്ട് ഈ ആപ്പ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ 100% ഫേക്കാണ് ഈ സാധനം. ഇതിലെല്ലാം കോൾ സെന്ററിൽ അവരുടെ തന്നെ സ്റ്റാഫുകളായിരിക്കും സംസാരിക്കുന്നത്. ഞാൻ ഷുവർ ഈ ഫർഹാന എന്ന് പറഞ്ഞ സിനിമയിൽ എന്നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ പോകുന്ന സമയത്ത് ആലോചിക്കുക, കോൾ സെന്ററിൽ ഇരിക്കുന്ന ആൾക്കാരിൽ നിങ്ങൾ സംസാരിക്കുന്ന സാധനം, നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഡേറ്റ, ഇമെയിൽ, കാര്യങ്ങളെല്ലാം ആപ്പ് വഴി അവരുടെ കയ്യിലുണ്ട്. നിങ്ങൾ സംസാരിക്കുന്ന കോളിന്റെ റെക്കോർഡിങ്സ് അവരുടെ കയ്യിലുണ്ട്. അവരുടെ സമയത്ത് നിങ്ങൾ ബ്ലാക്ക് മെയിലിങ്ങിനും ഇടയാവാൻ ചാൻസ് ഉണ്ട്. സോ ഈ ദോസ്ത്, കൂസ്ത്, ചപ്പ്, ചവറ്, ഫണ്ട് ഇങ്ങനെ പറയുന്ന സാധനങ്ങളൊന്നും ആരും പേടിക്കുകയും ചെയ്യില്ല, വിശ്വസിക്കുകയും ചെയ്യില്ല.